ഒരു സിനിമ റിലീസാവുന്നു, ആ സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്നു അല്ലേ? ആ സിനിമയ്ക്ക് വേണ്ടതെല്ലാം ചേർത്താണ് പ്രേക്ഷകർ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. 3 തിയേറ്ററുകൾ നമ്മൾ സ്വന്തം റിലീസ് ചെയ്തു. യൂട്യൂബിലൂടെ റിലീസ് ചെയ്ത സിനിമ എങ്ങനെ വിജയിപ്പിക്കാമെന്ന് കാണിച്ചു തന്ന ഒരു അതുല്യ പ്രതിഭയാണ് താങ്കൾ. അല്ല, ആദ്യം നമ്മൾ ഫസ്റ്റ് തിയേറ്റർ തന്നെയായിരുന്നു. തിയേറ്ററിന് ശേഷമാണ് കേട്ടോ യൂട്യൂബിൽ നമ്മൾ ഓൺലി സോങ്സും ട്രെയിലറേ പോയിട്ടുള്ളൂ. അത് ഭയങ്കര ഹിറ്റ് അടിച്ചു. അതൊരു തിരുത്തുണ്ടായിരിക്കും. പക്ഷെ അത് പ്രേക്ഷകർ ഇരു കൈനീട്ടി സ്വീകരിച്ച് സന്തോഷ് എന്ന വ്യക്തിയോട് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നിയ പ്രേക്ഷകർക്ക് അങ്ങനെയാണ്. യെസ്, അല്ല സാർ, ഞാൻ പറയുന്നത് സന്തോഷ് പണ്ഡിറ്റ് 2011 ചെയ്തൊരു കാര്യം പറയുന്നു. 2023 ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, കാര്യങ്ങളെ നമ്മൾ ഇന്ന് ഇപ്പോഴെങ്ങനെ എന്നതിനേക്കാളും ഒരു ശാശ്വതമായ ഒരു കാര്യം എങ്ങനെ, നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ 2011 ഒരു ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഞാനത് പറയുന്നുണ്ട്. യൂട്യൂബിൽ നിന്ന് ഇട്ടാൽ പൈസ കിട്ടും. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട്, ഒരിക്കലുമല്ല, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടില്ല. ഇന്ന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും. ഞാൻ പറഞ്ഞു, ചേട്ടാ അതിനിങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു ശരിയല്ല, 2011 വരെ സത്യം പറഞ്ഞാൽ യൂട്യൂബ് ഫ്രീ ആണെന്ന് വിശ്വസിച്ച മഹാന്മാരാണ് ഇവർ. അപ്പം ഞാൻ പറഞ്ഞു അത് ഇങ്ങനല്ല. അപ്പോൾ അവിടുന്ന് പറഞ്ഞാണേ, അത് ഇന്നായിട്ടൊന്ന് കമ്പയർ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. 2011 പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല തെളിഞ്ഞ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പൈസ ഉണ്ടാക്കാം. അപ്പോൾ ഓപ്പോസിറ്റിൽ ഇരിക്കുന്നവർ, ചിലപ്പോൾ മറ്റുള്ള ഫാൻസുകാരോ എനിക്കറിയില്ല, വാട്ടവർ. അപ്പോൾ അവർ പറഞ്ഞു സിനിമ തിയേറ്ററിൽ നിന്ന് മാത്രമാണ് കളക്ഷൻ. എൻ്റെ ഓപ്പോസിറ്റിലുള്ളവർ പറഞ്ഞതാണ് സോഷ്യൽ മീഡിയ അത് ചില ആളുകൾ എന്തോ ചെയ്യുന്നു, തിയേറ്റർ അല്ലാതെ എവിടെ നിന്നും പൈസ കിട്ടൂല അന്ന് പറഞ്ഞതാ. ഇന്ന് 2023 പല സംവിധായകരും എടുത്തോ, ഞങ്ങളുടെ സിനിമ തിയേറ്ററിലൊന്നല്ല റിലീസ്. അപ്പോൾ എവിടെയാണ് അത്? OTT, യൂട്യൂബ് സംതിങ്. അപ്പോൾ ഇവരൊരു അല്ല പടം ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പൈസ കിട്ടി. ഇതൊക്കെ 2011 സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ കാര്യമാണ്, തെളിയിച്ചാ. അപ്പോൾ ഇവർ പറയും അതെങ്ങനെയാണ്? അല്ലാതെ ഈ OTT പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പം നിങ്ങളൊരു നിശ്ചിത പൈസയ്ക്ക് കാണുമ്പോൾ ഒരു പൈസ ഞങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ. ചേട്ടാ ഇത് തന്നെയല്ലേ യൂട്യൂബ് അന്ന് പറഞ്ഞത്? അതെന്താ പറഞ്ഞത്? നിങ്ങളൊരു പാട്ട് കാണുമ്പോൾ യൂട്യൂബ് മുതലാളി അയാളെ വീട്ടിൽ നിന്നല്ല നിങ്ങൾക്ക് തരുന്നത്, അതിലൊരു പരസ്യം ഇടുന്നുണ്ട്. അയാൾ ഒരു 3 രൂപയാണ് ഒരു പരസ്യത്തിൻ്റെ വാങ്ങുന്നു വിചാരിച്ചോ. അയാൾ എന്ത് ചെയ്യും? അതിന് 5 പൈസ, അല്ല നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാണ്, 5 പൈസ നിങ്ങൾക്ക് തരും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ 1,00,000 ആളുകൾ, കാരണം പരസ്യത്തിൻ്റെ ശൈലിയെല്ലാം മാറി. ഇവിടെയുള്ളവർക്ക് ഇവർ പരമ്പരാഗത രീതിയിൽ ചിന്തിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റ് ഇവരും തമ്മിലുള്ള പ്രശ്നം വെച്ചാൽ, സന്തോഷ് പണ്ഡിറ്റ് അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ കണ്ടു, ഇവർ പരമ്പരാഗതമായി കണ്ടു. ഓരോ കാര്യം ഇവരെങ്ങനെ കണ്ടതെന്നുള്ളത് അത് ഇന്ന് നിങ്ങൾക്ക് അന്നത്തെ വീഡിയോ ഇന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും സന്തോഷം, അന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത് ശരിയാണ്. ഇവർ പരമ്പരാഗതമായി വിശ്വസിച്ച കാര്യം വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ വരുമാനം എന്ന് പറഞ്ഞാൽ തിയേറ്റർ മാത്രം. ഞാൻ ഒരു തെറ്റ് നല്ലട്ടോ വരുന്നത്, ഒരു അപ്ഡേറ്റ് ആവാത്തതിൻ്റെ പ്രശ്നമാണ്. തിയേറ്ററിന് മാത്രം. സോഷ്യൽ മീഡിയ അതെന്തോന്ന് ആരോ എന്തോ. ഇപ്പം നമ്മൾ AI അല്ല ആ രീതിയൊക്കെ പറയുമ്പോൾ നമ്മളല്ലേ അതിങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്തോന്ന് ഇപ്പം നമ്മൾ ചോദിക്കുന്നുണ്ട്. അതിന് സ്കോപ്പ് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇതേപോലെ 2011 ചോദിച്ചതാണ് സോഷ്യൽ മീഡിയയിൽ സ്കോപ്പില്ല. നിങ്ങൾ പറയുന്ന യൂട്യൂബൊക്കെ ഫ്രീ ആണ്, സന്തോഷ് പണ്ഡിറ്റ് ഇവിടെ ഇരുന്ന് തള്ളുകയാണെന്നാണ് പറഞ്ഞത്. കാരണം ആ അനുഭവം ആർക്കും ഉണ്ടായിരുന്നില്ല. അന്ന് വരെ ചെയ്തിരുന്നത് നെഗറ്റീവിലാണ് സിനിമ എടുത്തത്. ചിന്തിക്കണം. അപ്പോഴാണ് ഞാൻ പറയുന്നത്, ചേട്ടാ ഇപ്പോഴത്തെ പല ക്യാമറയിലും ഡിജിറ്റലി ചെയ്യാം. ഞാൻ പറയുന്നത് ഈ ഡിജിറ്റൽ എന്ന് പറയുന്ന വാക്കേ 2011 ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകളുണ്ട്. എൻ്റെ മുന്നിലിരുന്ന പല ടീമിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. ഞാൻ പറഞ്ഞു ഈ ക്യാമറ നിങ്ങൾ ഏത് ക്യാമറയിലാണ് ചെയ്ത്? ഇയാളെ ഓരോ ലോക്കൽ ക്യാമറ. ഞാൻ പറഞ്ഞു ചേട്ടാ ഈ ക്യാമറേൻ്റെ വലുപ്പമല്ല പ്രശ്നം, ഡിജിറ്റൽ വരുന്ന ക്യാമറകൾ ചെറുതായിരിക്കും. ഞാൻ പറഞ്ഞു ശരിയല്ല, അത് ഇന്ന് എല്ലാവർക്കും മനസ്സിലാവും, അത് അന്ന് മനസ്സിലാവില്ല. ഇവർ വിചാരിച്ചു വെച്ചോ ക്യാമറ എന്നൊക്കെ പറഞ്ഞില്ല, ഇയാൾ ലോക്കൽ ക്യാമറ എടുത്ത് ഓരോ കളി കളിക്കുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അതിൽ യഥാർത്ഥത്തിൽ അതിലെ പല ക്യാമറയും സ്റ്റിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിലൊരു ഓപ്ഷനാണ് വീഡിയോയും എടുക്കാം. ഈ ഓപ്ഷനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ സന്തോഷ് പണ്ഡിറ്റ് ഈ ഗെയിം മൊത്തം ഇരുന്ന് കളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഒരു 30 ലക്ഷത്തിൻ്റെ എങ്കിലും നെഗറ്റീവ് വാങ്ങുമ്പോൾ ഒരു ക്യാമറ വാങ്ങിച്ചാൽ പോലെ ചങ്ങന്മാർ പൈസ ലാഭമല്ലേ എന്ന് ചോദിച്ചു. ഇത് ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇവർ പറഞ്ഞത് പരസ്യം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറുകളിൽ കൊടുക്കുന്നതാണ് പരസ്യം. ലാഭം എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞു പരസ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇതല്ല, നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ഇതിൻ്റെ പരസ്യം. അതൊക്കെ പഴയ ഇൻ്റർവ്യൂ നോക്കുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഫേസ്ബുക്ക് പോലുള്ള ഒരു നല്ല നിങ്ങളുടെ നായകൻ ഒരു ഫേസ്ബുക്ക് ഉണ്ടാകും, ഒരു 50 ലക്ഷം ആളുകളുണ്ടെങ്കിൽ 1 രൂപയുടെ ആവശ്യമില്ല. ഇന്ന് മുതൽ എൻ്റെ പടം ഇറങ്ങി എന്ന് പറഞ്ഞിട്ടാൽ പോരെ.
നിങ്ങൾ പറഞ്ഞത് കിട്ടും. വലിയ പത്രങ്ങളിൽ ജാക്കറ്റ് പരസ്യമൊന്നും കൊടുക്കണ്ട. പക്ഷേ അത് ഉൾക്കൊള്ളാൻ അന്ന് പറ്റിയിട്ടില്ല ആളുകൾക്ക്. ഓ പിന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ഇപ്പോൾ അതുപോലെ ട്വിറ്റർ തോന്നുന്നില്ലല്ലോ, പിന്നെ സോഷ്യൽ മീഡിയ ആയിട്ട് കളിക്കുകയാണോ ഇയാളെന്തോ പറഞ്ഞത്. കാരണം അതും ജിയോ വന്നതിൻ്റെ ശേഷമാണ് സോഷ്യൽ മീഡിയ പറയുമ്പോൾ മുഴുവൻ പറയണം. പക്ഷെ അതൊക്കെ അടുത്ത സ്റ്റേജ് അതാണെന്ന് മനസ്സിലാക്കാനുള്ളത് ഇല്ലാതെ പോയതാണ്. പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ രീതിയിലേക്ക് ഇപ്പോൾ വന്നപ്പോൾ എന്തായി, ഇപ്പോൾ ഒ ടി ടി എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ഇപ്പോൾ ഒരു തിയേറ്ററിൽ റിലീസ് ചെയ്യാതെ ഒ ടി ടി ഇറക്കുമ്പോൾ ഞാൻ 100% ഒ ടി ടി അംഗീകരിക്കുന്നില്ല, അത് ഓരോരുത്തരുടെ ഇതാണ്, എതിർക്കുന്നില്ല. പക്ഷേ ഒ ടി ടിയിലേക്ക് വരുമ്പോഴുള്ള ലാഭം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ്പരാഗത ശൈലി മൊത്തം ഒഴിഞ്ഞു. കാരണം നമ്മൾ പോസ്റ്റർ അടിക്കണം. വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ഏറ്റവും കുറച്ച് നിങ്ങളൊരു കുഞ്ഞു പടം എടുത്തു 10 സെൻറ്ററിൽ ഇറക്കുന്നെങ്കിലും നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾ തമിഴ്നാട് പോയിട്ട് ഒരു പോസ്റ്റർ അടിക്കാൻ പോകുമ്പോൾ ചേട്ടാ 10 സെൻറ്ററേ ഉള്ളൂ, ചേട്ടൻ ഒരു 20 പോസ്റ്റർ ഇതാ, അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം ഓരോ ഷീറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ മിനിമം 1000, അല്ലാതെ 20 എനിക്ക് സെൻറ്റർ കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് സെൻറ്റർ കിട്ടിയെന്ന് ഞങ്ങളെ വിശ്വസിപ്പെടുന്നില്ല, ഇവിടെ ഇത് ചെയ്യാൻ ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 ലക്ഷം രൂപയെങ്കിലും വേണം, അനുഭവം വെച്ച് പറയുന്ന, മനസ്സിലായില്ലേ? ഈ പൈസ ലാഭിക്കാം. അതിപ്പോൾ വലിയ സിനിമകളാണെങ്കിൽ 40 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും, ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾ ഒ ടി ടിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ പൈസ ലാഭമുണ്ട്, പിന്നെ ഈ പത്രം ലാഭം, ഇതൊക്കെ വന്നു. ബാക്കിയെല്ലാം ഈ എടുക്കുന്ന ഒ ടി ടിക്കാരൻ ഒരു PR നെയും വെച്ച് അത്യാവശ്യം പരസ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഇത് ലാഭിക്കാം.